ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾ കേൾപ്പാൻ, പരിശുദ്ധ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹീതമായ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിൻ്റെ തിരുമുമ്പാകെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ ലഭിച്ചിരിക്കുന്ന ഈ സുന്ദര നിമിഷവും ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് തിരുവെഴുത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്താൻ, നമ്മളെ ശക്തീകരിക്കാൻ, നമ്മുടെ ദൈവത്തെ കുറേയും കൂടി അടുത്തറിയാൻ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ബോധിപ്പിക്കുന്ന നല്ല വാക്കുകൾക്ക്, നല്ല വചനങ്ങൾക്ക്, നല്ല ദൂതുകൾക്ക് സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിനീത വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ മീഖാ പ്രവചനം 7-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മീഖാ പ്രവചനം 7-ാം അധ്യായം 18-ാമത്തെ വാക്യം. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന അങ്ങയോട് സമനായ ദൈവം ആരുള്ളൂ? അങ്ങ് എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അങ്ങേക്ക് പ്രസാദമുള്ളത്. ലാസ്റ്റ് 2 സെൻറ്റൻസുകൾ. ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അങ്ങേക്ക് പ്രസാദമുള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, ദൈവത്തെ നമുക്ക് അടുത്തറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകണമെങ്കിൽ വളരെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം നാം വായിക്കണം. മിക്കവാറും നമ്മൾ ബൈബിളിൽ നിന്ന് ക്യാരക്ടർ സ്റ്റഡി, വ്യക്തികളെ നന്നായി മനസ്സിലാക്കാൻ, അബ്രഹാം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ബൈബിളിൽ നിന്നാണ്. ശലോമോനെയും ദാവീദിനെയും ദാനിയേലിനെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത്, ഏലിയാവിനെയും ഏലീശയും പൗലോസിനെയും പത്രോസിനെയും ഒക്കെ നമ്മുടെ കുടുംബാംഗങ്ങളെപ്പോലെ സ്വഭാവവും രീതിയും ശൈലിയും ഒക്കെ നമുക്കറിയാം. സ്വഭാവം നമുക്കറിയാം, ഇല്ലേ? യോനയുടെ സ്വഭാവം നമുക്കറിയാം, ആദമിൻ്റെ സ്വഭാവം എന്തായിരുന്നു നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ പൊതുവിലൊരു ഗ്രാഹ്യം എസ്തേറിൻ്റെയും രൂത്തിൻ്റെയും അതുപോലെ തന്നെ സാറയുടെയും ഓരോരുത്തരുടെയും, ഹാഗാറിൻ്റെയും ഒക്കെ, ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും ഒക്കെ സ്വഭാവം, ആ പേര് കേൾക്കുമ്പോഴേ ക്യാരക്ടർ നമുക്ക് നന്നായിട്ട് ബോധ്യമാകും. ഇത് നമ്മൾ മനസ്സിലാക്കിയത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ആണല്ലോ. ഇവരെക്കുറിച്ചെല്ലാം നമ്മൾ പൊതുലോകത്തിൽ നിന്ന് തപ്പിയെടുത്തതല്ല, ബൈബിളിൽ നിന്ന് ഇവരുടെ രീതി, സ്വഭാവം ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. എനിക്ക് തോന്നിപ്പോകുന്നു, നിർഭാഗ്യവശാൽ ആളുകളെ, ബൈബിൾ ക്യാരക്ടേഴ്സ്, ബൈബിളിലെ വ്യക്തികൾ, അവരെ നമ്മൾ ഈ തിരുവെഴുത്തിൽ നിന്ന് നന്നായി ഗ്രഹിച്ച് മനസ്സിലാക്കുന്നു. പക്ഷെ ദൈവത്തെ സ്വഭാവം, ദൈവത്തിൻ്റെ രീതി, ദൈവത്തിൻ്റെ നയങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകൾ, ആ സൽഗുണങ്ങൾ നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് എത്രത്തോളം ഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. തിരുവെഴുത്ത് വായിക്കുമ്പോൾ മറ്റാരെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ദൈവത്തിൻ്റെ സൽഗുണങ്ങളും സൽസ്വഭാവങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാൻ തിരുവെഴുത്തിലൂടെ നാം സന്നദ്ധരാകണമെന്നുള്ളത് എൻ്റെ ഒരു ശുപാർശയാണ്. ദൈവത്തെ അടുത്തറിഞ്ഞെങ്കിൽ മാത്രമേ, അതിനാണ് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക എന്നൊക്കെയുള്ള വാക്ക്, ദൈവത്തെ നന്നായി മനസ്സിലാക്കുക, എങ്കിലേ നമുക്ക് ദൈവത്തെ ഏറ്റവും സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഒരാളെ മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. ദൈവത്തെ ആഴമായി നമുക്ക് സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ നന്നായി നന്നായി നമ്മൾ മനസ്സിലാക്കണം. അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇതാ മീഖാ തൻ്റെ പ്രവചന ഗ്രന്ഥം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ വാചകങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്ന ദൈവിക ശ്രേഷ്ഠതയുടെ 1-2 കാര്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഒന്നോടെ പറയട്ടെ. അവിടെ നമ്മുടെ ദൈവത്തിന് സമനായൊരു ദൈവമില്ലെന്നാണ് പറയുന്നത്.
അട്ടഹാസവും ക്രോധവും പരാക്രമവും പ്രതികാരം ചെയ്യാനുള്ള ശക്തിയും ഇതൊന്നും വെച്ചുകൊണ്ടല്ല. ഈ ദൈവത്തിന് തുല്യനായി വേറൊരു ദൈവമില്ല എന്നവിടെ മീഖ അവകാശപ്പെടുന്നത്. പിന്നെയോ അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ആ സൽഗുണം, ആ സൽസ്നേഹം, ആ തൻ്റെ ജനത്തിൽ ശേഷിപ്പിച്ചു ഇരിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധത, ആ അപ്പൻ്റെ ആർദ്രത, അതാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറയുന്നു ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിലൊന്നാണ്, നമ്മൾ പറയില്ലേ, ഉള്ളിൽ വെച്ച് ഒന്നും പെരുമാറില്ല. മനുഷ്യനൊരു ചീത്ത സ്വഭാവമുണ്ട്. അവർ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞാലും, എനിക്കങ്ങനെയൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാലും, അവരുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ കയ്പ്, ആ പോറലുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവരാളുകളെ വിലയിരുത്തുകയും ഇടപെടുകയും ചെയ്യുന്നത്. ദൈവം ഒരിക്കലും കോപിക്കത്തില്ല എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം കോപിക്കും. ദൈവം കോപിച്ചാൽ കോപിക്കുന്നവരോടുള്ള ആ കോപത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള ശിക്ഷാ നടപടികളും അതിൻ്റെ ഒരുക്കങ്ങളും ഭയങ്കരമാണ് താനും. എപ്പോഴും കോപിക്കുന്നു. ദൈവം കോപിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഗുണം, ഒരാളോട് ദൈവത്തിന് കോപം തോന്നിയാൽ അവൻ്റെ മക്കളോടും കുഞ്ഞുങ്ങളോടും എല്ലാം തലമുറയായിട്ടങ്ങ് കോപിച്ചിരിക്കും എന്നല്ല ദൈവത്തിൻ്റെ സ്വഭാവം. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ഉള്ളിലത് വെച്ച് പെരുമാറില്ല. ഒരു വിഷയത്തിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല, അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിന് കോപം ജ്വലിച്ചു. ആ കോപത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ശിക്ഷാ നടപടികൾ, ഒരു ബാലശിക്ഷയൊക്കെ ചിലപ്പോൾ ഉണ്ടായിക്കാണും. പക്ഷെ ദൈവം പിന്നെയും കരുണ കാണിക്കും. എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. അത് ഈ വാക്യത്തിൻ്റെ ഒരു ഭാഗം. അതിനേക്കാൾ എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യത്തിൽ ശ്രേഷ്ഠമായി തോന്നിയത് അടുത്ത സെൻറ്റൻസാണ്. അടുത്ത സെൻറ്റൻസ് കണ്ടു, ദയയിൽ അല്ലോ ദൈവത്തിന് പ്രസാദമുള്ളത്. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? എന്നും കോപിച്ച് മസിൽ പവർ കാണിച്ച് ശിക്ഷാ നടപടികൾ കാണിച്ച് സംഹാര താണ്ഡവമാടി ഇവിടെ ഭയങ്കരമായ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നുള്ള ആ വലിയ ഹുങ്കാരത്തിൽ ഇവിടെ നാശനഷ്ടങ്ങൾ വിതച്ച് വിറപ്പിക്കുന്നതിനകത്തല്ല നമ്മുടെ ദൈവത്തിന് ഇഷ്ടപ്രസാദം. പിന്നെയോ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ഒരു മനുഷ്യനോട് ദയ കാണിക്കുന്നതിലാണ്. ഒരുപാട് തരം ആളുകൾ ഈ ലോകത്തിലില്ലേ. ചില ആളുകൾ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് എങ്ങനെയെങ്കിലും ചോദിച്ചോ വാങ്ങിച്ചോ ഇങ്ങോട്ട് മേടിക്കുന്നതിനകത്താണ് അവർക്ക് ഇൻട്രസ്റ്റ്, താല്പര്യം, പ്രസാദം. ചില ആളുകളുണ്ട്, ആരെങ്കിലും 4 പേരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്നതിൽ ഒത്തിരി പ്രസാദം കൊള്ളുന്നവർ. ആരെങ്കിലും 2 പേരെ കൈത്താങ്ങൽ കൊടുക്കുന്നതിൽ, ആണ്ടിൽ 2 പേരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ, അതിൽ ഉണ്ടായിട്ടോ ഭയങ്കരമായിട്ട് നീക്കുബാക്കി വന്നിട്ടോ ബാങ്ക് കവിഞ്ഞൊഴിയിട്ടൊന്നുമല്ല. പക്ഷെ അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഒരാളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവരേതെങ്കിലും വിധത്തിൽ കൈത്താങ്ങൽ കൊടുക്കുന്നത്. ഇവിടെ ഇതാ ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളത് ദയയിൽ ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ളവരോട്, തൻ്റെ സൃഷ്ടികളോട്, തൻ്റെ സമശിഷ്ടങ്ങളോട്, തൻ്റെ കൈപ്പണിയായി താൻ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്ന ആരുമാകട്ടെ അവരോട് ദയ കാണിക്കുന്നതാണ് ദൈവത്തിൻ്റെ താല്പര്യം. ഓരോരുത്തർക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ചിലർ പറയില്ലേ, അപ്പച്ചന് ചില കപ്പയും മീനും വെച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. പ്രായമുള്ള അപ്പനെ കുറിച്ചായിരിക്കും. ഭയങ്കര ഇഷ്ടം അപ്പച്ചന്. അല്ലെങ്കിൽ അപ്പച്ചൻ്റെ അടുത്തിരുന്ന് രോഗിയായി കിടക്കുന്ന ഒരാളായിരിക്കും. പഴയ പാട്ടുകൾ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയില്ലേ. അങ്ങനെ ഓരോ അപ്പന്മാർക്ക് ഓരോ രീതി. ഇപ്പം എല്ലാവർക്കും കൂടി ഇവിടെ പറയാൻ പറ്റിയല്ലോ. പക്ഷെ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം നമ്മൾ ചുറ്റും ഇരുന്ന് പാട്ട് പാടുന്നതോ ദൈവത്തിന് നമ്മളെന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കുന്നതല്ല. ദൈവത്തിനിങ്ങോട്ട് ഏറ്റവും ഇഷ്ടം എന്നോട്, ഇത് കേൾക്കുന്ന നിങ്ങളോട് ദയ കാണിക്കുന്നത്. ദയ എന്നെ ശിക്ഷിച്ച്, എന്നോട് കോപിച്ച്, എന്നോട് പിണങ്ങി
ഞാൻ ചെയ്തതിനെല്ലാം എന്നെ തല്ലി ഒതുക്കി ഒരു മൂലയിൽ ഇട്ട് കണ്ണുരുട്ടി കാണിച്ചിട്ട് നീ ജീവിക്കുന്നത് കാണട്ടാ, എന്നോട് കളിച്ചാൽ ഞാൻ നിന്നെ ശരിയാക്കി തരടാ എന്ന് പറഞ്ഞെന്നെ ചതച്ച് കുത്തി ഒരു മൂലയിൽ ചാണകവെള്ളത്തിൽ മുക്കി വെക്കുന്നതിനകത്തല്ല ദൈവത്തിന് പ്രസാദം. എത്രയോ പേർക്ക് മനുഷ്യർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെന്നറിയാമോ? അവനെ പിള്ളേരുടെ കുറേ ഭാഷയില്ലേ ഇപ്പോൾ. ഇനി അവൻ ഒതുങ്ങി, അവനെ തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയില്ല. അത് ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇഷ്ടത്തിലാണ് പറയുന്നത്. അവനെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്, ഞാൻ മിണ്ടത്തില്ലല്ലോ, വായടച്ചിട്ടുണ്ട്, കൊടുത്തു ഞാൻ. ഈ വാക്കൊക്കെ ഭയങ്കര പ്രസാദമാണ് നമുക്ക് അങ്ങനെയൊക്കെ പറയാം, നമ്മുടെ ആ കഴിവ് തെളിയിച്ചു എന്നുള്ളതിനകത്ത്. പക്ഷെ എൻ്റെ ദൈവത്തിന് നിങ്ങളോട് ഓരോരുത്തരുമാണ് കർത്താവിൻ്റെ ആത്മാവിൽ അടിയനി പറയുന്നത്. നമ്മുടെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം, ഏറ്റവും പ്രസാദം നമ്മുടെ പോരായ്മകളെല്ലാം നുള്ളിക്കിള്ളി പൊളിച്ചെടുത്ത് അത് പ്രദർശിപ്പിച്ച് നമ്മളെ അപമാനിതമാക്കാനല്ല. ഒരിച്ചിര കരുണയ്ക്ക് വേണ്ടി കേഴുന്നവരാണോ നിങ്ങൾ? ക്ഷമിക്കണമേ എന്ന് പറയുന്നവരാണോ? പൊറുക്കണേ കർത്താവേ എന്ന് പറയുന്നവരാണോ? എൻ്റെ കുറവുകളൊന്നും കണക്കിടല്ലേ എന്നോർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വയനീതിക്കാരാണോ? തന്നെത്താൻ പുകഴുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ സൂക്ഷിച്ചോളണം കേട്ടോ. പക്ഷെ കരുണയ്ക്കായി കേഴുന്ന, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വരുന്ന, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നമ്മളോട് ദയ കാണിക്കുന്നതാണ്. ഈ മാസം, ഈ ദിവസം ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവമെങ്കിൽ, ഇതാണ് ദൈവത്തിന് താല്പര്യമെങ്കിൽ നാം എന്തിനകന്ന് നിൽക്കണം? ഇടനടക്കാർ വേണ്ട, മധ്യസ്ഥന്മാർ വേണ്ട. ഒറ്റയ്ക്കൊരു നിമിഷം സ്വർഗത്തിലെ അപ്പൻ്റെ അടുക്ക ചെല്ലണം. ഈ മീക്ക പറഞ്ഞ വാക്യവുമായിട്ട് ചെല്ലണം. എന്നിട്ട് പറയണം, അങ്ങയുടെ സ്വഭാവം എനിക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ തിരുവെഴുത്തിൽ കണ്ടു, അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ഇല്ലാതാക്കുന്നതിലല്ല, ഞാൻ ഇവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുന്നതിലല്ല, അങ്ങയുടെ ദയ എനിക്ക് തരുന്നതിലാണ് അങ്ങയ്ക്ക് ഏറ്റവും താല്പര്യം കണ്ടു. എന്നോട് ദയ കാണിക്കണം എന്ന് ദൈവത്തോട് പറഞ്ഞാൽ എന്തായിരിക്കും ദൈവം തരാൻ പോകുന്നത്? എങ്ങനായിരിക്കും ദൈവം വാരിപ്പുണരാൻ പോകുന്നത്? അത് അനുഭവത്തിൽ രുചിച്ചറിഞ്ഞു. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം, ഈ വാക്യം വിശ്വസിച്ചു. അനേകർക്ക് ദയ കിട്ടുന്നൊരു മാസമായി ഏപ്രിൽ മാസത്തെ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ വചനപ്രകാരം നമുക്ക് ദയക്കായി കേഴാം, അത് നമുക്ക് പ്രാപിക്കാം, അതിലാനന്ദിക്കാം. ദൈവത്തിന് അതിലാ താല്പര്യം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിൽ ഞങ്ങൾ കണ്ടു, ഞങ്ങളോട് ആരും പറഞ്ഞു തന്നതല്ല, അങ്ങയുടെ പവിത്ര ഗ്രന്ഥത്തിൽ കണ്ടു. ദൈവം എപ്പോഴും എന്നേക്കും കോപം വെച്ചുകൊണ്ടിരിക്കില്ല. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങേ കോപിപ്പിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങത് വെച്ചോണ്ടിരിക്കില്ല എന്ന് കണ്ടതിൽ ഒത്തിരി സന്തോഷം. മാത്രമല്ല, അടിയങ്ങളോട് ദയ കാണിക്കുന്നതാണ് അങ്ങേക്ക് ഏറ്റവും പ്രസാദം എന്ന് കണ്ടു. അപ്പാ, ആ പ്രസാദം ഇന്ന് ഞങ്ങൾ നിമിത്തം അങ്ങേക്കുണ്ടാകട്ടെ. ദയ കാണിക്കണേ എല്ലാവരോടും. അതിൻ്റെ അനന്തര അനുഭവങ്ങൾ അവരനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.